ഒരു ചെടി വളരാൻ അത്യാവശ്യം വേണ്ടത് നല്ല മണ്ണ്, കൃത്യമായ സൂര്യപ്രകാശം, ജലം, ഇവ മൂന്നുമാണ്. നിർഭാഗ്യവശാൽ ഇസ്രയേലിൽ ഇത് മൂന്നും അനുയോജ്യമല്ല. എന്നിട്ടും ഇവിടുത്തെ മരുഭൂമിയിൽ ഇന്ന് എല്ലാ കാർഷിക വിളകളും വിളയുന്നു. ഇവിടുത്തെ ഭൂവിസ്തൃതിയുടെ 20% മാത്രമേ സ്വാഭാവിക കൃഷിക്ക് യോഗ്യമായിട്ടുള്ളൂ. എന്നാൽ ഇന്ന് ലോകത്ത് പുതിയ കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രധാന കയറ്റുമതിക്കാരും കാർഷിക സാങ്കേതിക വിദ്യകളിൽ ലോക നേതൃത്വവുമാണ് ഇസ്രയേൽ. ഇവിടെ ഇന്ന് ഏറ്റവും കൂടുതലുള്ളത് കാർഷിക റിസർച്ച് സെൻ്ററുകളും ലബോറട്ടറികളുമാണ്. ലാബിൽ നിന്ന് നേരിട്ട് കൃഷിയിടത്തിലേക്ക് എന്ന ആശയം ലോകത്തിന് മുൻപിൽ കാണിച്ചു തന്നത് ഇസ്രയേലാണ്. കൃഷിയിടങ്ങളിലെ ആധുനിക യന്ത്ര സംവിധാനങ്ങൾ, പോളി ഹൗസുകൾ, ഡ്രോൺ ഉപയോഗിച്ചുള്ള കൃഷി ക്രമീകരണങ്ങൾ, അങ്ങനെ ചെറുതും വലുതുമായ കാർഷിക സാങ്കേതിക വിദ്യകളെല്ലാം ലോകത്തിന് മുൻപിൽ അവതരിപ്പിക്കുന്നതും ഈ രാജ്യമാണ്. കൂടാതെ ജലസേചനത്തിലെ നൂതന സാങ്കേതിക വിദ്യകളും.